കേരളത്തിലെ ഏറ്റവും വലിയ നേത്രപരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25ാമത് കേന്ദ്രം പാലക്കാട് നഗരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ നേത്ര പരിശോധനയും ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. രോഗി പരിചരണത്തിനുള്ള ആഗോള അക്രഡിറ്റേഷൻ സംഘടനയായ JCIയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിൽ പാലക്കാട് ആസ്ഥാനമായുള്ള അഹല്യ ഹെൽത്ത് ഹെറിറ്റേജ് ആൻഡ് നോളജ് വില്ലേജിന്റെ ഭാഗമാണ്. കുന്നത്തൂർമേട്ടിലെ പുതിയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം MP VK ശ്രീകണ്ഠൻ നിർവഹിച്ചു. ഒരു ഘട്ടത്തിൽ കേരളത്തിലേക്ക് എയിംസ് അനുവദിക്കണം എന്നുള്ള ആവശ്യം വന്നപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ പാലക്കാട് ആ എയിംസ് ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട ആളാണ്. അത് ആവശ്യപ്പെടാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. വളരെ വിസ്തൃതമായ ക്യാമ്പസും മനോഹരമായ കെട്ടിടങ്ങളും എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഒരു എയിംസ് തുടങ്ങാൻ പ്രാരംഭഘട്ടത്തിൽ വേണ്ടത് അഹല്യയിലുണ്ട്. ഡോക്ടർ ഗോപാലൻ ഡോക്ടറുമായി സംസാരിച്ച് ശ്രീ ശരത്തുമായിട്ടൊക്കെ സംസാരിച്ച് അവരുടെ ഒരു സമ്മതം ഉണ്ടോ എന്ന് അറിഞ്ഞപ്പോൾ ചോദിച്ചു. അവർ 100% സമ്മതിച്ചു. അങ്ങനെയാണ് കേരളത്തിൽ സ്ഥലം അന്വേഷിച്ച് നടക്കുന്ന സർക്കാരിന് ഇതുവരെയും ഒരു സ്ഥലം തീരുമാനിക്കാതിരുന്ന സർക്കാരിന് ഒരു അറിയിപ്പായി ഞാൻ കേരള മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. അന്നത്തെ കേരള മുഖ്യമന്ത്രി മന്ത്രിസഭയൊന്നും അതിനൊന്നും പ്രതികരിച്ചില്ല. പക്ഷെ ഞാനത് തുടർന്നു കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പ്രധാനമന്ത്രിക്കും നേരിട്ട് പാലക്കാട് എയിംസ് വേണമെന്ന് ആവശ്യം ഉന്നയിച്ചു. റെറ്റിന സർവീസസ് ഡയറക്ടർ ഡോക്ടർ രാജ്കുമാർ മഹേശ്വരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ടൗൺ സെന്ററിലെ ഒപ്റ്റിക്കൽ ഷോപ്പ് പാലക്കാട് മുനിസിപ്പൽ ചെയർമാൻ സ്മിതേഷ് ഉദ്ഘാടനം ചെയ്തു. ഫാർമസിയുടെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ രഞ്ജിത്ത് നിർവഹിച്ചു. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സജീവ് ചെറിയാൻ ജേക്കബ് സ്വാഗതം പറഞ്ഞു. നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ എന്നിവ കേന്ദ്രത്തിൽ ലഭ്യമാണ്. കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ 25th ബ്രാഞ്ച് പാലക്കാട് ടൗൺ സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിരിക്കുക. കഴിഞ്ഞ 21 ഇയേഴ്സ് ഞങ്ങൾക്ക് സപ്പോർട്ട് തന്ന പാലക്കാട് എല്ലാ നാട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും ബ്ലെസ്സിങ്സും ഈ പുതിയ വെഞ്ചറിന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. UTV ന്യൂസ് പാലക്കാട്.